തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി. നിലവിൽ 1600 രൂപ എന്നത് 400 രൂപ കൂട്ടി 2000 ആക്കി. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. പ്രതിവർഷം 2000 രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം 13,000 കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത്. മാസങ്ങളായി സമരം ചെയ്യുന്ന ആശമാർക്കും ആശ്വാസമുണ്ട്. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ കൂട്ടി. ആശമാരുടെ മുഴുവൻ കുടിശ്ശികയും തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചെലവാകുന്നത്. അതായത് ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം 250 കോടി രൂപയുടെ ചെലവുണ്ടാകും. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും. സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു പുതിയ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത 35 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ഇനി മുതൽ 1000 രൂപ നൽകും. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. 35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY മഞ്ഞ കാർഡ്, PHH മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ്, ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. അങ്കണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസം ഓണറേറിയം 1000 രൂപ കൂട്ടി. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും മാസവേതനം 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളെല്ലാം നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് വളരെ വിശദമായി ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പറഞ്ഞു. നമ്മൾ കേരളത്തിൽ എല്ലാ മേഖലയിലും കുറേയേറെ പുതിയ പദ്ധതികളും നൽകുന്ന ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും വർധനയും പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. പുതുതായിട്ട് പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ്. സ്ത്രീ സുരക്ഷ എന്ന പേരിൽ പറഞ്ഞത് വീട്ടമ്മമാരുടെ പെൻഷനാണ്. അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 1000 രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, തുക പറഞ്ഞിരുന്നില്ല. അപ്പം നോക്കിയാൽ മതി. പിന്നെ തുക പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷന്റെ നിങ്ങൾക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ ഇപ്പം നിങ്ങൾ നേരത്തെ 2000 ആക്കിയേക്കും. സത്യമോ? ഞാൻ പറഞ്ഞു, അന്ന് എന്നോട് ചോദിച്ചോട്ട് പറഞ്ഞു എത്രയാണെന്ന് പറയുന്നില്ല. വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു വർക്ക് ഒരു മാസമെങ്കിലും ആയിട്ട് ഞങ്ങൾ ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പം 2000 ആക്കി. മറ്റ് ഓരോ മേഖലയിലും എല്ലാ നമ്മുടെ സ്കീം വർക്കേഴ്സിനും എന്ന് പൊതുവിൽ പറഞ്ഞാൽ ആശ, അംഗൻവാടി, പാചകത്തൊഴിലാളി അവരുടെ ഡെയിലി കൂലിയാണെങ്കിലും അവർക്കും 1000 രൂപ വെച്ച് വരും. അംഗൻവാടി, പിന്നീട് അതുപോലെയുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എല്ലാവരുടെയും 1000 രൂപ വെച്ച് വർദ്ധിപ്പിക്കുന്ന തീരുമാനം വന്നു. സാക്ഷരതാ പ്രവർത്തകന്മാരുടെ. അപ്പോൾ ഇതുപോലെ മറ്റു ചില മേഖലയിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ?
എന്നുള്ള സ്വാഭാവിക ചോദ്യം ഉണ്ടാവാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ്. ക്ഷേമ പെൻഷൻ വർധന, നമ്മൾ സർക്കാർ ജീവനക്കാരുടെ DA 2 DA കൊടുക്കുമെന്നായിരുന്നു റൂൾ 300-ൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞു 2 DA കൊടുത്തു. സർക്കാർ ജീവനക്കാരുടെ പരിപാടിയിലും പറഞ്ഞു ഇനിയും ചിലപ്പം ഇനിയും കൊടുക്കും. കാരണം അവർക്ക് അർഹമായിട്ടുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ അനുഭവത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത്, പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. ആ വെട്ടിക്കുറവിന്റെ ഭാഗമായിട്ട് വന്നിരുന്ന വലിയ കുറവ് നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ 2-3 വർഷക്കാലം ഞങ്ങളുടെ 30,000 കോടിയാണ് തൊട്ടു മുമ്പത്തെ ഗവൺമെന്റിന്റെ അവസാനത്തെ വർഷത്തേക്കാൾ വർദ്ധിച്ചത്. കാരണം ഇതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അടക്കം വന്നുകൊണ്ടാണ്. അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം 57,000 വെട്ടിക്കുറയ്ക്കപ്പെട്ടു. അത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്തത്. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഞങ്ങളെ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അപ്പൊ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ചവറ്റ് കിടക്കുകയാണ്, ഖജനാവില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അളവിനേക്കാളും കൂടുതൽ വർധനയാണ്. ഇപ്പോൾ 1,75,000 കോടി ശരാശരി ഒരു വർഷം ചെലവാക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നന്നായി പ്ലാൻ ചെയ്തുകൊണ്ടാണ്. ഇപ്പോ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത വരും. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞെന്നൊരു സംശയം തോന്നാം. എന്നാൽ പിന്നെ ബഡ്ജറ്റിലല്ലേ സാധാരണ പ്രതീക്ഷിക്കുക? നിങ്ങളെല്ലാം പ്രതീക്ഷിക്കും ബഡ്ജറ്റ് സമയത്താണ്. ഇപ്പോൾ ബഡ്ജറ്റ് ഒരെണ്ണം കൂടെ അവതരിപ്പിക്കും. സാധാരണഗതിയിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക അത് പൂർണ്ണ ബഡ്ജറ്റ് അല്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അതിന്റെ ഫുൾ കാര്യങ്ങൾ പാസ്സാക്കുക. മാർച്ചിൽ പാസ്സാക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റണ്ടിനാണ് ഇത് അവതരിപ്പിക്കുന്നതല്ലയോ അന്നേരം പറയുക. ഇതിപ്പോ അങ്ങല്ല. നവംബർ മാസം 1-ാം തീയതി തൊട്ട് നടപ്പിലാവുമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇന്ന് കാര്യം നടപ്പിലാവും. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കഴിഞ്ഞിട്ട് പറയുമ്പോൾ അത് ആ സമയമാണെന്ന് പറയും. അപ്പൊ നിങ്ങൾ തന്നെ പറയും. നമ്മളല്ലേ, ഞാനും പത്രപ്രവർത്തനാണെങ്കിൽ അത് പറയും, രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ പ്രതിപക്ഷമാണെങ്കിൽ അത് പറയും. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഈ ഗവൺമെന്റ് ഇനിയും ചെയ്യേണ്ട സമയമുണ്ട് ഈ കാലാവധി. അപ്പൊ ഈ കാലയളവിനകത്ത് അത് ചെയ്യാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഇത് കൃത്യമായി കൊണ്ടുപോകും. കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കോവിഡിന്റെയും പ്രളയത്തിന്റെയും ഒക്കെ വലിയ തകർച്ചയിൽ നിന്ന് കടന്നു വന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഞങ്ങൾ ഇത് ചെയ്തത് ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. അല്ലെ, ഒരു കാര്യം ചെയ്യുമ്പോഴേ നിങ്ങൾ ചോറ് വിളമ്പുന്നത് കഴിച്ചിട്ടല്ലയോ അടുത്ത ഐറ്റത്തിലേക്ക് നോക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ശ്രീത്തെ. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഇതിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇനി അടുത്തൊരു അടുത്ത കാര്യം പിന്നെ വരുന്നതല്ലേ. ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് എത്ര ബാധ്യത വരുന്നതാണ്. നല്ല ബാധ്യത വരുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. പ്രഖ്യാപനങ്ങളെല്ലാം വിശദമായി കണക്കാക്കണം. എന്തായാലും ഒരു 10,000 കോടി കുറയില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാറുള്ളത് കിട്ടുന്നില്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോ നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ സ്കൂൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുവിതരണം, ഇങ്ങനെയൊക്കെ തന്നെ പലതും പെൻഡിംഗ് ആയി കിടക്കുന്നതിന് 10,000 കോടിക്ക് അടുത്തുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ടാക്സ് വിഹിതം വെട്ടിക്കുറച്ചൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോ ഇത്രയും ബാധ്യത വരുമെന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ധരിക്കുന്നത്. അധിക ബാധ്യതയാണ്. അത് അധിക ബാധ്യതയാണ്. കാരണം ഇപ്പൊ തന്നെ 10,000 കോടിക്കടുത്ത് ഒരു വർഷം ചെലവാക്കുന്നുണ്ടല്ലോ. അതിന് വരും. പിന്നെ വീട്ടമ്മമാരുടെ പെൻഷൻ ഉള്ളൂ. സ്ത്രീ സുരക്ഷ വീട്ടമ്മമാരുടെയാണ്. കോളേജ് കുട്ടികൾക്ക് അവർക്ക് അതിന്റെ സ്കീം വിശദമായിട്ട് വരണം. അവർക്ക് 1000 രൂപ വെച്ച് പഠിത്തം കഴിഞ്ഞവർക്ക് അവരുടെ ഒരു ജോബ് സീക്കിംഗ് പീരീഡാണ്. അവർക്ക് ഉള്ള ഒരു കാര്യമുണ്ട്. കുടുംബശ്രീ ADS എല്ലാ കുടുംബശ്രീകളിലും ഓരോ വാർഡിലും കിട്ടുന്നതാണ്. അത് വലിയൊരു കാര്യമാണ്. അതിനൊക്കെ ആ നല്ല തുക വരുന്നതാണ്. പിന്നെ ക്ഷേമ പെൻഷനും നെല്ലിന്റെ റബ്ബറിന്റെ വർധന, നെല്ല് 30 രൂപ. അതൊരു കാര്യം ഞാൻ പറയുകയാണ്, നെല്ലിന്റെ തറവിലയാണ് 30 നിശ്ചയിച്ചേക്കുന്നത്. ഞങ്ങളൊരിക്കലും ഈ ഗവൺമെന്റ് വന്നപ്പോഴത്തോട് പറയുന്നുണ്ട് ഇൻസെന്റീവായി കണക്ട് ചെയ്തല്ല അത് കൊടുക്കുന്നത്. ഇപ്പൊ ഓരോ സമയത്തും കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേന്ദ്ര ഗവൺമെന്റ് എത്രയും തരാത്തതുകൊണ്ട് അവര് ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്ന ഇൻസെന്റീവ് ഉണ്ട്. ആ ഇൻസെന്റീവ് ഇതിൽ നിന്ന് തട്ടിക്കുറയ്ക്കും. അതിന് യാതൊരു സംശയം വേണ്ട. കാരണം ഇപ്പം അവർ പ്രഖ്യാപിച്ച എല്ലാ തുകയെക്കാളും കൂടുതലാണ്. അതിനിയും നാളെ ഇനി ഒരു 50 പൈസ ഇൻസെന്റീവ് പ്രഖ്യാപിക്കുമ്പോൾ അതനുസരിച്ച് കൂട്ടുകയല്ല. അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് ആ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അസംബ്ലിയിൽ ഇത് പറയാറുണ്ട്.
ഇൻസെന്റീവ് എത്ര വരട്ടെ, ഇപ്പൊ നെൽകൃഷിക്കാർക്ക് ഒരു 30 രൂപ കൊടുക്കണം. പിന്നെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഈ നെല്ല് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതും കുറേയേറെ കാര്യങ്ങൾ ഇന്ന് സെറ്റിൽ ചെയ്തു. അതിന് നല്ല തുക ചെലവ് വരുന്നതാണ്. ആ സെറ്റിൽമെന്റിന്റെ ഇന്ന് ഉണ്ടാക്കിയത് അവരുമായിട്ട് കൊടുക്കാനുള്ളതൊക്കെ.